പൊതുവിദ്യാലയങ്ങളെ മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ജില്ലയിലെ വിദ്യാലയങ്ങളിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം പള്ളിക്കര സെന്റ് ആൻസ് യു പി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ വീടുകളിലേക്ക് തണലെത്തിക്കുന്നതാണ് ഇത് നമ്മുടെ പൊതു വിദ്യാഭ്യാസം. നമ്മളിപ്പോ പള്ളിക്കര സ്കൂൾ ഉണ്ടായതുകൊണ്ട് എത്ര പേര് പള്ളിക്കരയിൽ പഠിച്ചു അല്ലേ? ആ പഠിച്ചവരൊക്കെ എന്തായി? പൊതുപ്രവർത്തകരായി, കുറെ പേര് തൊഴിലാളികളായി, അധ്യാപകരായി, സർക്കാർ ജീവനക്കാരായി, പട്ടാളക്കാരായി, വക്കീലന്മാരായി അല്ലേ? ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് സാധിച്ചത്? സൗജന്യമായിട്ട് അല്ലെ, ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ അവസരം. സ്കൂൾ PTA പ്രസിഡന്റ് എ വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാലയ അഭ്യുന്നതകാംക്ഷികൾ എന്നിവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. നമ്മുടെ മതേതര ജീവിതത്തിന്റെ പ്രതീകങ്ങളാണ്. ധനികരെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാത്ത സ്കൂൾ അധ്യാപകൻ ബിജു കെ മാണി പ്രതിജ്ഞ ചൊല്ലി. നഗരസഭാ കൌൺസിലർ പി ഭാർഗവി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ, BRC പരിശീലകൻ CV സജീവൻ, സ്കൂൾ മാനേജർ സിസ്റ്റർ ജസീന്ത എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക എ മോത്തിറാണി സ്വാഗതം പറഞ്ഞു. നീലേശ്വരം NKBM AUP സ്കൂളിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും പ്രതിജ്ഞയും നടന്നു. LP വിഭാഗത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസിന്റെയും സർവശിക്ഷാ അഭിയാന്റെ ഹലോ ഇംഗ്ലീഷ് പരിപാടിയുടെയും ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന മാധ്യമമായ ഭാഷ നമ്മുടെ മലയാളം പോലെ മറ്റൊരു ഭാഷ മാത്രമാണ് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കുന്നത് ഭയമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊരു മാധ്യമം മാത്രമാണ്, അത് ഒരു ഉപാധി മാത്രമാണ്. നമുക്ക് ആശയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളത് മാത്രമാണ് എന്ന ഏറ്റവും ലളിതമായ ചിന്തയിൽ വേണം നമ്മൾ ഇംഗ്ലീഷ് നോക്കാൻ. സ്കൂൾ PTA പ്രസിഡന്റ് എ അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി രാധ, കൌൺസിലർ C മാധവി, സ്കൂൾ മാനേജർ TV തമ്പാൻ, മദർ PTA പ്രസിഡന്റ് ഷീബ രാജു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ AV ഗിരിജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M ബാബുരാജ് നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മില്ലേനിയം 2000 രാജാസ് ALP സ്കൂളിന് കസേരകൾ നൽകി. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ ശ്രീപതി റാവു രാജാസ് ALP സ്കൂൾ പ്രധാനാധ്യാപിക സനജിക്ക് കസേരകൾ കൈമാറി. വാർഡ് കൌൺസിലർ KP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ബീരിക്കുളം AUP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് തുടക്കം കുറിച്ച് പ്രതിജ്ഞ ചൊല്ലി. ഇവിടെ സംരക്ഷണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ നവീകരിക്കുക എന്നുള്ളതാണ്. പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്വാഗത പ്രസാദ് സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും ആദ്യമായി വേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തലാണ്. ഭൌതിക സാഹചര്യം മെച്ചപ്പെടണം. കാരണം ഒരുപക്ഷെ ഒരു മാസം 1 ലക്ഷം രൂപ കൊടുത്ത് ഫീസ് പഠിക്കുന്ന വിദ്യാലയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. AC ക്ലാസ് റൂമുകളും ഹോസ്റ്റലുകളും ഡോർമെറ്ററികളും ഒക്കെയുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ പഠിക്കുന്ന ഈ വിദ്യാലയങ്ങളെ ആശ്രയിക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ രക്ഷിതാക്കൾ, അവരും സമൂഹത്തിനകത്ത് എവിടെയും പിന്തള്ളപ്പെട്ടു പോയിക്കൂടാ എന്നൊരു കാഴ്ചപ്പാട് ഇതിനകത്തുണ്ട്. പഞ്ചായത്ത് അംഗം KP ചിത്രലേഖ അധ്യക്ഷത വഹിച്ചു. C രമ, CV ബാലകൃഷ്ണൻ, P പത്മനാഭൻ മാസ്റ്റർ, TA രവീന്ദ്രൻ, K ഭാസ്കരൻ, V ശശീന്ദ്രൻ, M രവീന്ദ്രൻ, M ശശിധരൻ, N വിജയൻ, PN രാജമോഹൻ, P രജനി എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ബളാൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇക്കാലമത്രയും ഈ വിദ്യാലയത്തെ സ്നേഹിച്ച രക്ഷിതാക്കളും ഇവിടെ ജോലി ചെയ്ത അധ്യാപകരുടെയും ഒക്കെ അങ്ങേയറ്റമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്കൂൾ ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പലപ്പോഴും വൻ വിജയങ്ങൾ ഈ സ്കൂളിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് ഇനത്തിൽ തുടങ്ങി മറ്റു പല കാര്യങ്ങളിൽ.
സ്കൂളിലെ കലാധ്യാപകൻ ജോസഫ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ വരച്ച എണ്ണച്ചായ ചിത്രങ്ങളുടെയും പൂർവാധ്യാപകനായ ജോർജ് മാത്യുവിന്റെ സ്റ്റാമ്പ്, നാണയ ചിത്രശേഖരണവും പ്രദർശനവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടന്നു. സുരേന്ദ്രൻ കൂക്കാനം, രാജു കട്ടക്കയം, PC മൈക്കിൾ എന്നിവർ യഥാക്രമം ഇവ ഉദ്ഘാടനം ചെയ്തു. M രമണി അധ്യക്ഷത വഹിച്ചു. നളിനി ടീച്ചർ പ്രതിജ്ഞ ചൊല്ലി. KV കൃഷ്ണൻ, ഷോണി K ജോർജ്, സ്കറിയ തോമസ്, റീജ സതീശൻ, ബിജു, TP തമ്പാൻ, സാജൻ പുഞ്ച, PA സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു.